ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതിയുടെ ആൾട്ടോ ആണ്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡ് വലിക്കുകയാണ്. അതായത് ഒരു സൈഡിലോട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലെടുക്കുമ്പോൾ സൈഡ് വലിക്കുന്നു. അപ്പോൾ അലൈൻമെൻറ്റിന് വ്യത്യാസമുണ്ട്, വീലിന് ഇളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ടയറോട് എൻ്റെ ലോവറാം അങ്ങനെയുള്ള ഒന്നും പോയിട്ടുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഷോക്ക് ഓൾറെഡി നമ്മളിപ്പോൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷോക്ക് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഷോക്ക് അഴിച്ചിട്ട് നമുക്കിതിൻ്റെ മൗണ്ടിങ് മാറേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിൽ വരുന്ന മൗണ്ടിങ് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൈഡിലെ മൗണ്ടിങ് നമ്മളിപ്പോൾ പുതിയത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ സൈഡിലേയും കൂടെ മൗണ്ടിങ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. മൗണ്ടിങ് മാറുമ്പോൾ സ്ട്രട്ടിൻ്റെ കിറ്റാണ് മാറുന്നത്. അതിൽ ഡസ്റ്റ് ബൂട്ട് എല്ലാം വരുന്നുണ്ട്. ഇതിനുള്ളിൽ വരുന്ന ഒരു റബ്ബർ വരുന്നുണ്ട്, അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം സ്പ്രിങ് പുള്ളി ചെയ്ത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ ബോൾട്ട് അഴിക്കുക. എന്നിട്ട് നമുക്ക് പീസായിട്ട് ഇത് അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് പുള്ളി ചെയ്തിട്ട് നട്ട് ബോൾട്ട് സെൻറ്ററിലെ നട്ടും നമുക്ക് ലൂസ് ചെയ്ത് നിർത്താം. എന്നിട്ട് അഴിച്ചെടുക്കാം. ലൂസ് ചെയ്തു, സ്പ്രിങ് കംപ്രസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം അഴിച്ചെടുക്കേണ്ടത് ഈ നട്ടാണ്. ഈ നട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്പ്രിങ് വാഷർ വരുന്നുണ്ട്. ഈ സ്പ്രിങ് വാഷർ ഓൾറെഡി പൊട്ടിയതാണ്. നമുക്ക് പുതിയ സ്പ്രിങ് വാഷർ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പൊസിഷന്, ഇതിനൊരു വെട്ടുണ്ട്. ഈ വെട്ട് കറക്റ്റായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു സ്ലോട്ട് കാണാം. ഈ സ്ലോട്ടിലോട്ട് കറക്റ്റ് കയറ്റിയാണ് ഇത് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതിൻ്റെ മൗണ്ടിങ് ആണ്. നമുക്ക് മാറേണ്ടത് ഇതിൻ്റെ മൗണ്ടിങ് ആണ് മെയിനായിട്ട് മാറേണ്ടത്. ഇത് കണ്ടോ, ഫുള്ള് ഒതുങ്ങി ക്രാക്കായിരിക്കുകയാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്യാമ്പറിന്, അതായത് വണ്ടിയുടെ ക്യാമ്പറിന് ഔട്ട് വന്നിട്ട് വണ്ടി സൈഡ് വലിക്കാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് ഈ ക്രാക്ക് കാണുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഊരിയെടുക്കാവുന്ന തന്നെ ഉള്ളൂ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്ക് ഹൈറ്റ് വരേണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പഴയതും പുതിയതും തമ്മിൽ നോക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന പീസാണ് ഈ കപ്പ് വരുന്നത്. ഈ കപ്പിനുള്ളിലാണ് ഇതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കപ്പ് ഇതിനുള്ളിലായിട്ട് വരുന്നു. ഇതിനുള്ളിലൊരു ചെറിയൊരു ഷീൽഡ്, ഒരു പ്ലേറ്റ് വാഷർ വരുന്നുണ്ട്. ഓക്കെ, വീതി കൂടിയ പ്ലേറ്റ് വാഷർ ആയിരിക്കും മുകളിൽ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബെയറിങ് വരുന്നു. ഇതെല്ലാം നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പുതിയ ഗ്രീസൊക്കെ ഇടേണ്ടതായിട്ടാണ്. ഇതിനകത്തുള്ള ഗ്രീസും കാര്യങ്ങളൊന്നുമില്ല. ഇതിനടിയിലായിട്ട് ഒരു ബെയറിങ് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് വാഷർ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കപ്പ് മുകളിലോട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിനുള്ളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ലോക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രിങ് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കപ്പിനുള്ളിൽ വരുന്നതാണ് ഈ വാഷർ വരുന്നത്. ഇതൊക്കെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബെയറിങ് കയറി കിടക്കുന്ന ഔട്ടർ വരുന്നത്. ഈ ബെയറിങ് കയറി കിടക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. ഒരു സൈഡ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ പ്ലേറ്റ് ഇട്ടിട്ടാണ് ബെയറിങ് അതിൻ്റെ മുകളിൽ വരുന്നത്. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പുതിയത് പഴയ മൗണ്ടിങ് വരുന്നത്. ഓക്കെ, മൗണ്ട് വരുന്നത് ഇത് കണ്ടോ, ഓൾറെഡി പാടായിട്ട്, അതായത് ഇതിൻ്റെ റബ്ബറിൻ്റെ ക്വാളിറ്റി പോയിട്ട് ഇത് അമങ്ങി വരുമ്പോൾ വീലിൻ്റെ ക്യാമ്പറിന്, അലൈൻമെൻറ്റിൻ്റെ ക്യാമ്പറിന് വ്യത്യാസം വരും. ചെറിയ രീതിയിൽ ടോയ്ക്കും വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോൾ വണ്ടി സൈഡ് വലിക്കാൻ തുടങ്ങും, ടയർ തേയാൻ തുടങ്ങും. അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഈ മൗണ്ടിങ് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ പുതിയ മൗണ്ടിങ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് പുതിയതാണ്, ഇത് അമങ്ങിയിട്ടൊന്നുമില്ല. ഇത് ഫുള്ള് അമങ്ങിപ്പോയി. ഓക്കെ, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത്രയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് വ്യത്യാസം വരുമ്പോഴത്തേക്ക് ക്യാമ്പർ ഔട്ടാവും. ക്യാമ്പർ ഔട്ടാകുമ്പോൾ സൈഡ് വലിക്കും, ടയർ തേയും, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതെല്ലാം നമുക്ക് പുതിയത് മാറേണ്ടതായിട്ടാണ്. അതുപോലെ ഇതിനുള്ളിൽ വരുന്ന പഴയ കപ്പിൽ വരുന്ന പഴയ വാഷർ വരുന്നുണ്ട്. ഇത് പഴയതാണ്, പുതിയ വാഷർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടാണ്. മെയിനായിട്ട് ഈ മൗണ്ടിങ് ആണ് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് പഴയതെല്ലാം ഗ്രീസൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യണം. ഒരു വാഷർ പൊട്ടിയിട്ടുള്ളത്, അത് നമുക്ക് പുതിയ സ്പ്രിങ് വാഷർ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മറ്റേ ഷോക്കിൽ നിന്ന് മാറിയ മൗണ്ടിങ്ങാണ്. ഈ രണ്ട് മൗണ്ടിങ്ങും ഒരേപോലെ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്, അതായത് അമങ്ങിപ്പോയിരിക്കുകയാണ്. ഈ കട്ടിങ്സ് കണ്ടോ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അയച്ച ഈ മൗണ്ടിങ്ങിൻ്റെ കട്ടിങ്സ്
ഓക്കെ. അപ്പോൾ ഈ രണ്ട് സൈഡും ക്യാമ്പർ ഔട്ട് വരുമ്പോഴത്തേക്ക് ടയറും തെയ്യും, വണ്ടി സൈഡ് വലിക്കാനും തുടങ്ങും. ഒരെണ്ണം ഓൾറെഡി നമ്മൾ മാറി, ഇനി അടുത്തത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത്. ഇതിൻ്റെ ഡസ്റ്റ് ബൂട്ടാണ്. ഓക്കെ, ഡസ്റ്റ് ബൂട്ട് നമ്മൾ കയറ്റി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡസ്റ്റ് ബൂട്ട് ഇടുന്നതിന് മുമ്പ് ഒരു ശകലം ഗ്രീസ് തേക്കുക. ഒത്തിരി അളിച്ചു വാരി തേക്കരുത്, കാരണം ഡസ്റ്റ് പിടിക്കാനുള്ള ഒത്തിരി അളിച്ചു വാരി ഗ്രീസ് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് ഇതിനുള്ളിൽ കയറി പിടിക്കും. അപ്പോൾ ശകലം ഗ്രീസ് ഇതിൻ്റെ അടിയിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് സ്പ്രിങ് നമ്മൾ ഫിറ്റ് ചെയ്യുക. സ്പ്രിങ് കയറ്റിയിടുമ്പോൾ കറക്റ്റ് വെട്ടിൽ തന്നെ കയറ്റിയിടാനായിട്ട് നോക്കുക. ഈ വെട്ട് കറക്റ്റായിട്ട് തന്നെ കയറ്റിയിടുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ കപ്പാണ്. നമ്മൾ കപ്പിൽ ലേശം ബ്രേക്ക് ഫ്ലൂയിഡ് തേക്കുക. ഒരിക്കലും ഗ്രീസ് ഈ കപ്പിൽ തേക്കരുത്. ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു ശകലം തേച്ച് വെക്കുക. കാരണം ഗ്രീസ് തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൾജായി പോകാനുള്ള അവസ്ഥയുണ്ടാകും. അപ്പോൾ ഇത് വെട്ട് കറക്റ്റായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു ശകലം തേച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഈ വെട്ടുമായിട്ട് മാച്ച് ചെയ്ത് കറക്റ്റാക്കി വെക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടേണ്ടത്, നമ്മൾ പുതിയ ബെയറിംഗ് ആണ് ഇടുന്നത്. ഇപ്പോൾ ഇതിൽ ഗ്രീസ് കയറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ സ്ലീവ്, ബെയറിങ്ങിന് വരുന്ന താഴെ വരുന്ന സ്ലീവ് വീതിയുള്ള സ്ലീവാണ്, അതിട്ടു. അതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇച്ചിരി ഗ്രീസ് തേച്ച് വെക്കുക. ബെയറിംഗ് ആണ് അവിടെ വരുന്നത്, അത് ഗ്രീസ് നല്ലതുപോലെ തേക്കുക. അത് കഴിഞ്ഞിട്ട് ബെയറിംഗ് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ബെയറിംഗ് പുതിയ ബെയറിംഗ് ആണ്, പുതിയ ബെയറിംഗ് നമ്മളിട്ടു. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലും ഗ്രീസ് തേക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സ്ലീവ് ഇടേണ്ടതായിട്ടുണ്ട്. ഈ റബ്ബർ ഓറിങ് വരുന്നത് ഗ്രീസ് പുറത്ത് പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ റബ്ബർ ഓറിങ് വരുന്നത്. ഈ സൈഡിൽ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ഇട്ട റബ്ബർ ഓറിങ് വരുന്നത്. അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റഡിയാണ് ഇടുന്നത്. അത് കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് ബെയറിങ്ങുമായിട്ട് അറ്റാച്ച് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. ബെയറിംഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന് മുകളിൽ വരുന്ന ഒരു സ്ലീവ് വാഷർ വരുന്നുണ്ട്. ആ സ്ലീവ് വാഷർ നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഇതാണ് ചെറിയ വട്ടമുള്ള സ്ലീവ് വാഷറാണ് അതിൻ്റെ മുകളിലായിട്ട് വരുന്നത്. അതും കറക്റ്റ് ഹോളിൽ കയറ്റി വെക്കുക. അതിന് മുകളിലായിട്ട് ശകലം ഗ്രീസ് വെക്കുക. ഒരു കപ്പ് വരുന്നുണ്ട്, ആ കപ്പാണ് ഇനി നമുക്ക് ഇടേണ്ടത്. ആ കപ്പിൽ അളിച്ചു വാരി ഗ്രീസ് തേക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഗ്രീസിൻ്റെ ഒരു മയം മാത്രമാണ്. നമുക്ക് ഗ്രീസ് മെയിനായിട്ട് വരേണ്ടത് ആ ബെയറിങ്ങിനുള്ളിലാണ് ഗ്രീസ് മെയിനായിട്ട് വേണ്ടത്. ഇതിനുള്ളിൽ അളിച്ചു വാരി ഗ്രീസ് തേക്കേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് നൈസായിട്ട് ഗ്രീസ് തേച്ചാൽ മാത്രം മതി. കാരണം ബെയറിങ്ങിനകത്താണ് നമുക്ക് ഗ്രീസ് മെയിനായിട്ട് വരേണ്ടത്. അതുപോലെ ഈ ബൂട്ട് ഈ ഓറിങ് ഇടാതെ ഇരിക്കരുത്. കാരണം ഇതിനുള്ളിൽ ഗ്രീസ് പുറത്തു പോകാനുള്ള അവസ്ഥ ഉണ്ടാവും. നമുക്ക് ഈ കപ്പാണ് ഇടേണ്ടത്. ഇതിനുള്ളിൽ അളിച്ചു വാരി ഗ്രീസ് തേക്കേണ്ട ഒരാവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിൻ്റെ മൗണ്ടിങ് ഫിറ്റ് ചെയ്യാനായിട്ട്. മൗണ്ടിങ് നമ്മൾ ഓൾറെഡി ബ്രേക്ക് ഫ്ലൂയിഡ് തേച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. മൗണ്ടിങ് നമ്മൾ ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കപ്പാണ് നമുക്ക് ഇടേണ്ടത്.
നമുക്ക് ഈ കപ്പാണ് ഇടേണ്ടത്. അതാണ് അതിൻ്റെ മെയിൻ കപ്പ് വരുന്നത്. അതിലാണ് ബോൾട്ട് വരുന്നത്. അതിലൊരു വെട്ടുണ്ട്. ആ വെട്ട് കറക്റ്റായിട്ട് ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. ഇതിനുള്ളിൽ ഒരു വെട്ട് പോർഷൻ വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഷോക്കിൻ്റെ വെട്ടുമായിട്ട് മാച്ച് ചെയ്ത് കറക്റ്റായിട്ട് ഇറക്കിയിടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പ്രിംഗ് വാഷർ ഒടിഞ്ഞതാണ് നേരത്തെ ഇതിലുണ്ടായിരുന്നത്. പുതിയ സ്പ്രിംഗ് വാഷർ നമ്മളിട്ടു. അത് കഴിഞ്ഞിട്ട് നട്ടിടുക. നട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്യുക. ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രിങ് നമ്മൾ കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന സ്പ്രിങ് റിലീസ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നട്ടിട്ടു. വാഷർ നമ്മൾ സ്പ്രിങ് വാഷർ പുതിയതിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിലെ നട്ട്. അതുപോലെ തന്നെ ഈ വെട്ട് നമ്മൾ ഷോക്ക് കംപ്രസ് ചെയ്ത് ഇറക്കിയതിന് ശേഷം വെട്ട് കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിലെ വെട്ട് കറക്റ്റാണോ നോക്കുക, സ്പ്രിങ്ങിൻ്റെ വെട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആൾട്ടോയുടെ ഷോക്ക് അതിൻ്റെ മൗണ്ടിങ് മാറ്റുന്നതും അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. ഈ മൗണ്ടിങ്ങിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാറിയ മൗണ്ടിങ്ങാണ്. ഈ മൗണ്ടിങ്ങിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ അലൈൻമെൻറ്റ് ക്യാമ്പറിന് വ്യത്യാസം വരാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ടയർ തേയാനും അതുപോലെ തന്നെ സൈഡ് വലിക്കാനുമുള്ള അവസ്ഥകൾ ഉണ്ടാകും. അപ്പോൾ മൗണ്ടിങ് കറക്റ്റ് സമയത്ത് തന്നെ മാറുക. ശകലം തന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ മാറിക്കളയും. ഇതിന് ഹൈറ്റ് ഇത്രയും വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റ് വ്യത്യാസം വരുമ്പോൾ ഒരു സൈഡിലോട്ട് ടയർ വലിക്കാനുള്ള അവസ്ഥകളുണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ 2 ഷോക്കിന് നമ്മളിപ്പോൾ മൗണ്ടിങ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആൾട്ടോ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.